ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല പുരുഷന്മാരും അല്ലെങ്കിൽ പല ആൺകുട്ടികളും ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് പെൺകുട്ടികളെ ആകർഷിക്കുന്നത് അതാണ് ഇതാണ് എന്നുള്ളതൊക്കെ. പക്ഷേ അതൊക്കെ കള്ളമാണ്, അല്ലെങ്കിൽ അതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പെൺകുട്ടികളെ ആകർഷിക്കുന്ന യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു പെൺകുട്ടി ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പം നമുക്ക് നോക്കാം എന്താണ് ശരിക്കും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകളെയാണ് അവർ ഇഷ്ടപ്പെടുക എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നതാണ് അവർക്ക് ഇഷ്ടം എന്നുള്ളത്. വെറും മണ്ടത്തരമാണത്. നിങ്ങൾ അവരുടെ പുറകെ നടക്കുന്നത് അവർക്കൊരിക്കലും നിങ്ങളോട് ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണമായിട്ടും മാറില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ പുറകെ നടക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു പെൺകുട്ടിയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്നത് സ്വന്തം കരിയർ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പേഴ്സൻ്റെ അടുത്താണ്. അവരിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, അതായത് അവർക്ക് എപ്പോഴും കഴിവുകളുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളോടാണ് നമുക്ക് എല്ലാവർക്കും ഒരിഷ്ടവും ആകർഷണവും തോന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവരുടെ പുറകെ നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക, അതിൽ കാര്യമില്ല. ചിലപ്പോൾ ഒരു ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് തോന്നും, ഇതിന് വേറെ പണിയൊന്നുമില്ല, എപ്പം നോക്കിയാൽ എൻ്റെ പുറകെ വരും, എപ്പോഴും സംസാരിക്കാൻ വരും, ഇതന്നെ പണിയുള്ളൂ ഏതവർ വിചാരിക്കും. അത് നോർമൽ ആണ്, സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുക. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, അവളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവളുടെ വലത് കണ്ണിലേക്ക് തന്നെ നോക്കുക, അതായത് വലത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് നോക്കുക. ഇത് സബ്കോൺഷ്യസ് ആയിട്ട് ആള് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും എന്നുള്ളതാണ്. അതായത് ആള് നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടാനായിട്ട് ഇത് കാരണമാവാറുണ്ട്. നമ്മൾ നോർമലി പറയാറുണ്ട് സംസാരിക്കുന്ന സമയത്ത് കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നുള്ളത്. അങ്ങനെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ പരസ്പരമുള്ള ഒരു ബോണ്ടിങ് കാര്യങ്ങളൊക്കെ കൂടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ വലത് കണ്ണിലേക്ക്, പെൺകുട്ടികളുടെ വലത് കണ്ണിലേക്ക് നോക്കിയിട്ട്, വലത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഇത് അവർ പോലും അറിയാതെ അവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണം എന്നൊന്നുമില്ല, ഉപദേശം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം, അവർ പറയുന്ന കാര്യം കേട്ടിരിക്കാൻ ഒരാളെ എന്നുള്ളതാണ്. അപ്പം അതിന് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് അവരെ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. ഇത് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നതാണ്. അവർ സ്നേഹിക്കുന്ന ആൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അവരുടെ പുറകെ നിങ്ങൾ നടക്കേണ്ട ആവശ്യമില്ല, അവരെപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോയ ഈ സംഭവങ്ങൾ വേണ്ട എന്നുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നിങ്ങളോട് പറയാനായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കുറേ കാര്യങ്ങൾ അവരിങ്ങനെ മാറ്റിവെക്കും. ഇത് ഇന്ന് വൈകിട്ട് വിളിക്കുന്ന സമയത്ത് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റിവെക്കും. അപ്പോൾ അവരത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ഒരു കോളിന്, മെസ്സേജിന് വേണ്ടിയിട്ട്. അതായത് ആ ഒരു ഡേയിൽ നടന്ന കാര്യങ്ങൾ അത്രയും, ഇപ്പം നൈറ്റ് നിങ്ങളൊരു 8 മണിക്കാണ് വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം വരെ ആളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ അവരെ വിളിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അതല്ലാതെ ഒരു പണിയും ഇല്ലാതെ, ഒരു കാര്യമില്ലാതിരിക്കുന്ന നിങ്ങൾ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ, മീൻസ് അവരെപ്പോൾ വിളിച്ചാലും കോൾ എടുക്കുക, സംസാരിക്കുക, ഇതിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഒന്നും തോന്നുന്നില്ല. എന്നാലും സന്തോഷം ഉണ്ടാവും, പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. എന്നാലും നിങ്ങൾ നിങ്ങളുടെ കരിയറുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത്രയും തിരക്കുള്ള ഒരാളായിട്ട് പോലും അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ ഒത്തിരി ഹാപ്പി ആവും. അതിനാണ് അവർ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ള ആളുകൾ അവളെ പുകഴ്ത്തുന്നുണ്ടായിരിക്കും, കുറേ കാര്യങ്ങൾ നല്ലത് പറയുന്നുണ്ടായിരിക്കും. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ അവളോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഹാപ്പി ആവും, സന്തോഷമാവും. കാരണം എന്നെക്കുറിച്ച് ബാക്കിയുള്ളവരിങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് ഇവൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. കൂടുതലായിട്ടും മറ്റുള്ളവർ അവളെക്കുറിച്ച് നല്ലത് പറയുന്നു എന്നുള്ളതിനാണ് സന്തോഷം ഉണ്ടാവുക. എന്നാലും അതൊന്നും മാറ്റിയിട്ട് വേറൊരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതായത് അവളെ പോലും ശ്രദ്ധിക്കാതിരുന്നിട്ടുള്ള അവളുടെ കുറേ കാര്യങ്ങൾ അത് നിങ്ങൾ എടുത്തു പറഞ്ഞ് അവളെ പുകഴ്ത്തുക. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം, ആ ഒരു കാര്യം എടുത്തു പറഞ്ഞ് അവളോട് പറയാം, നീ അത് ചെയ്തിരുന്നില്ലേ, അത് അടിപൊളിയായിരുന്നു എന്നുള്ള കാര്യം. അല്ലെങ്കിൽ എനിക്ക് ആ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നീ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ആ നോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ മതി, ഇതൊക്കെ നല്ല രീതിയിലുള്ള കോംപ്ലിമെൻ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിലുള്ള പുകഴ്ത്തലുകൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കൊടുക്കുക. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു എന്നുള്ളതല്ലാതെ നിങ്ങളായിട്ട് പറഞ്ഞു നോക്കുക. അത് അവർക്ക് ഭയങ്കര ഫീലായിരിക്കും അവർക്ക് കൊടുക്കുക, ഭയങ്കര സന്തോഷം ഉണ്ടാക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ കിട്ടണം
പ്രണയിക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അവർ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാവരുത് നിങ്ങൾ. കുറേയൊക്കെ നിങ്ങൾ നിഗൂഢമായിട്ട് തന്നെ വെക്കുക. അതായത് ഇപ്പം ശരിക്കും അത് വളരെ സത്യമായുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരാളുടെ നിന്ന് കുറേ കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. എസ്പെഷ്യലി നമ്മൾ പ്രണയിക്കുന്ന ആളുടെ മുൻകാല ജീവിതത്തിലെ ചരിത്രങ്ങളൊക്കെ അറിയണം എന്നുള്ളത് നമ്മൾ വിചാരിക്കും. ആൾ ആരെ പ്രണയിച്ചിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ പ്രണയം, അവളുടെ പേരെന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ നമുക്ക് അതോടെ തീർന്നു, ചോദിച്ചെല്ലാം മനസ്സിലാക്കിയല്ലേ, പ്രത്യേകിച്ചൊന്നും അറിയാനൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ വിചാരിക്കും. നേരെ മറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ പേര് പറഞ്ഞു, പക്ഷേ അവരെങ്ങനെ പ്രണയിച്ചിരുന്നു, അവർ എന്തൊക്കെ സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ആളെ ഇഷ്ടമായിരുന്നു, ഈ കാര്യങ്ങളൊന്നും ആൾ പറയുന്നില്ല. നമ്മൾ ചോദിക്കുമ്പോഴും ചെറിയ ചെറിയ രീതിയിൽ എവിടെ നിന്നൊക്കെയോ പറയുന്നു എന്നല്ലാതെ മുഴുവനായിട്ടും പറഞ്ഞു തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ ഒരു ക്യൂരിയോസിറ്റി ശരിക്കും ആളോടുള്ള ഒരു ആകർഷണമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഒരാളെക്കുറിച്ച് മുഴുവനായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളോട് പ്രത്യേകിച്ചൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യില്ല. കാരണം ആളെക്കുറിച്ച് എല്ലാം എനിക്കറിയാം, പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല എന്നുള്ളതാണ് വിചാരിക്കുക. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല, ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നും അവർക്കൊരു ഇഷ്ടം ഉണ്ടാകും. അപ്പം അത്തരത്തിൽ നിഗൂഢമായിരിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ പെൺകുട്ടികൾ തുറന്നു പറയില്ല. കാരണം അവർക്ക് എല്ലാം അറിയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയില്ലെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളോട് ഒരു ആകർഷണം ഫീൽ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതല്ലാതെ ചിലപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും. ആൾക്ക് ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള ഭയങ്കര റേറ്റ് കൂടിയുള്ള ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതല്ലെങ്കിൽ പുറകെ ഇങ്ങനെ എപ്പോഴും നടന്നു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് ആളെ കൂടുതൽ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആക്കുന്നത് എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. അവളെ നിങ്ങളിലേക്ക് ആയി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അവർ സ്നേഹിക്കുന്ന പുരുഷന് ഇത്തരം ക്യാരക്ടർ ഉണ്ടാകണം എന്നുള്ളത് കൂടി അവർ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മാത്രം മതി. അവൾ നിങ്ങളെ സ്നേഹിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.